പല സ്റ്റുഡൻസിനും തോന്നുന്നൊരു കാര്യമായിരിക്കും. അതായത് നമ്മളൊരു പോർഷൻ പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ കുറച്ച് നാൾ കഴിഞ്ഞ് പഠിക്കുമ്പോൾ നമുക്ക് പുതിയതായിട്ട് പഠിക്കുന്ന പോലെ തോന്നും. ഇത് ആക്ച്വലി നിങ്ങൾക്ക് മാത്രമല്ല എല്ലാവർക്കും തോന്നുന്ന ഒരു കാര്യമാണ്. ഇതിന് നമുക്ക് എങ്ങനെ സൊല്യൂഷൻ ഉണ്ടാക്കാൻ പറ്റും? അപ്പം ഇവിടെയാണ് നമ്മൾ റിവിഷന്റെ ഇമ്പോർട്ടൻസ് വരുന്നത്. നമുക്ക് എത്രത്തോളം ആ പോർഷൻ ഫെമിലിയർ ആക്കാൻ പറ്റും, എത്ര അധികം പ്രാവശ്യം നിങ്ങൾ റിവൈസ് ചെയ്യുന്നു അത്രയും ഈസി ആയിട്ട് നിങ്ങൾക്ക് എക്സാമിന് എഴുതാൻ പറ്റും, അത്രയും കോൺഫിഡന്റ് ആയിരിക്കും നിങ്ങൾ. അപ്പം എപ്പോഴും നമ്മൾ സ്റ്റഡി ലീവിന്റെ സമയത്ത് തന്നെ 2 or 3 തവണ നിങ്ങൾ ഒരു പോർഷൻ റിവൈസ് ചെയ്തിരിക്കണം. അപ്പൊ നമ്മൾ സ്റ്റഡി ലീവിന്റെ ടൈം ടേബിൾ ഉണ്ടാക്കുമ്പോൾ റിവിഷനും കൂടെ ഉള്ളൊരു ടൈം അതിൽ തന്നെ അലോട്ട് ചെയ്യുക. ഇപ്പോൾ കുറച്ച് ദിവസം നമ്മളൊരു പുതിയത് പഠിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഒരു 2-3 ദിവസം റിവിഷൻ ആയിട്ടുള്ള സമയം നമ്മൾ അതിൽ കൊടുത്ത് അതനുസരിച്ച് തന്നെ നിങ്ങൾ റിവൈസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഒരിക്കലും റിവിഷൻ പിന്നീടേക്ക് നിങ്ങൾ മാറ്റി വെക്കരുത്. പുതിയതായിട്ട് പഠിക്കുന്ന പോലെ തന്നെ ഇമ്പോർട്ടൻസ് ഉണ്ട് റിവിഷന്. പിന്നെ എക്സാമിന്റെ സമയത്ത് എക്സാമിന്റെ സീരീസിൽ എന്ന് പറഞ്ഞാൽ എപ്പോഴും നാളെ എക്സാം ഉണ്ടെന്നുണ്ടെങ്കിൽ ഇന്നത്തെ കൊണ്ട് നിങ്ങൾ എല്ലാം ഒരു പ്രാവശ്യം പഠിച്ചു കഴിഞ്ഞ്, അതായത് മുന്നേ സ്റ്റഡി ലീവിന് പഠിച്ചിട്ടുണ്ടാവണം, അത് കഴിഞ്ഞ് നിങ്ങൾ തലേന്നൊന്ന് റിവൈസ് ചെയ്ത് പിറ്റേന്ന് എക്സാമിന് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ഒരു പ്രാവശ്യം കൂടി എല്ലാം വായിച്ചിരിക്കണം. ഡെഫിനറ്റ് ആയിട്ടും വായിച്ചിരിക്കണം. കാരണം എക്സാമിന് പോകുന്ന അന്ന് രാവിലെ വരെ പുതിയതായിട്ട് പഠിച്ചുകൊണ്ടിരിക്കരുത്. കാരണം നിങ്ങൾക്ക് ഓർത്തെടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കും, പഠിച്ചത് നിങ്ങൾ മറന്നു പോകും. അതുകൊണ്ടാണ് പറയുന്നത് എക്സാമിന്റെ ആ ഒരു സമയങ്ങളിൽ റിവൈസ് ചെയ്യുക. അന്ന് രാവിലെ എങ്ങനെ വന്നാലും റിവിഷന് മാത്രമേ നിങ്ങൾ സമയം യൂസ് ചെയ്യാൻ പാടുള്ളൂ. ഒരിക്കലും പുതിയ കാര്യം പഠിക്കരുത്. കാരണം നിങ്ങൾക്ക് പഠിച്ചത് കൂടെ നിങ്ങൾക്ക് എഴുതാൻ പറ്റാതെ ആവും. ഓക്കെ, അപ്പോൾ ഈ ഒരു ഇൻഫർമേഷൻ നിങ്ങളുടെ ഫ്രണ്ട്സിന് കൂടെ നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക.